ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. കുറച്ച് ചോദ്യങ്ങളായിട്ട് നമ്മുടെ ഫണ്ണി ചോദ്യങ്ങളായിട്ട് നമ്മുടെ യാത്രയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്. അവരോടാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിന് മുന്നേ നമുക്ക് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ. നമസ്കാരം. വല്ലാണ്ട് വിറക്കുന്ന പോലെ ഇല്ല. ഓക്കെ, പേരെന്താണ്? സുമേഷ്. എവിടെ സ്വന്തം സ്ഥലം? എവിടെ സുമേഷ്? വട്ടിയൂർക്കാവാണ്. സുമേഷ് എന്താ പഠനം എന്താണ്? ബികോം പഠിക്കുന്നു. എവിടെ പഠിക്കുന്നത്? മന്നാനിയ കോളേജ് കല്ലറ. ഓക്കെ, എങ്ങനെ പഠിത്തമൊക്കെ സൂപ്പറായിട്ട് പോകുന്നുണ്ടോ? ബികോം ഫസ്റ്റ് ക്ലാസ് ആവണ്ടേ? ആവണം. ഓക്കെ, പേര് പറ. പ്രീജിത്ത്. സുഖമായിരിക്കുന്നു? പ്രീജിത്തിന്റെ ചിരി നല്ല സുന്ദരമായിട്ടുള്ളൊരു ചിരിയാണല്ലോ. ഓക്കെ, അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നല്ല അഭിപ്രായം, ടോട്ടൽ അഭിപ്രായമുണ്ട്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മ അനിയൻ. ഈ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കൂട്ടുകാരന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും തരുന്ന ഉപദേശം എന്താണ്? കൂട്ടുകാരോടെ പോയി നോർത്തെ പോയിന്റ് പോയി സന്തോഷിച്ച് ഇതൊക്കെ വരാൻ പറയും. കയ്യിൽ നിന്ന് പോയി അങ്ങനെയല്ലേ? അങ്ങനെയാണ് കൂടുതലായിട്ട് പറയുന്നത്. കൂട്ടുകാരോട് പോയി നല്ല ആഘോഷിച്ച് വീട്ടിലെത്തണം എന്നുള്ളത് അത് കൃത്യമായിട്ട് അങ്ങനെ പാലിച്ചു പോകുന്ന ഒരാളാണ്. പാലിച്ചു പോയാൽ ശരി. പേരെന്താണ്? ആര്യ. എവിടെയാണ് സ്ഥലം? ആര്യ നാലാഞ്ചേരിയാണ്. എന്തൊക്കെയാണ് നാലാഞ്ചേരിയിലെ വിശേഷങ്ങളൊക്കെ? ആര്യ അവിടെ ഉണ്ടെന്നുള്ളത് മാറ്റി വെച്ചാൽ നാലാഞ്ചേരിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഒരു കലാമേഖലയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരാളാണോ ആര്യ? അല്ല. അപ്പം എന്തൊക്കെയാണ് ഹോബീസ്? എന്തൊക്കെയാണ്? ഇങ്ങനെ യാത്രകൾ, എന്റർടൈൻമെന്റ്, ഇങ്ങനെ സംഭവങ്ങളൊക്കെയാണ് അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ടായിരുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഓക്കെ, പേരെന്താണ്? നമിത. മുന്നേ ഒരുമിച്ച് പഠിച്ചവരാണോ അല്ലെങ്കിൽ മുന്നേ ഡിഫറെന്റ്? ഓക്കെ, ശരി. എവിടെ സ്ഥലം? എവിടെയാണ് നമിത? കവടിയ. പാട്ട് പാടുന്ന ആളാണല്ലോ നമിത? ആര്യ പാട്ട് പാടാറുണ്ട്? ഒന്നുമില്ല, വെറും പഠിത്തം മാത്രമേ ഉള്ളൂ അല്ലേ? ശരി, പേര് പറ. വൈഷ്ണവി. എവിടെയാണ് വൈഷ്ണവി? വട്ടിയൂർക്കാവ്. ഒരു ഡ്രീം എന്താണ്? ഒരു സ്വപ്നത്തിൽ കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ഏതാണ്? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല. ശരി, അതിലേക്കുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ അല്ലേ? ശരി, പേരെന്താണ് ബ്രോ? ഗൗതം. സുഖമായിരിക്കുന്നു? എന്തൊക്കെയാണ് ഗൗതമിന്റെ പോസിറ്റീവ്? എല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരാളാണ്. ഓക്കെ, എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ ഒരു ചിരിച്ച അങ്ങനെ രീതിയിൽ എടുക്കുന്ന ഒരാളാണ് അല്ലേ? ശരി. പേര് പറ. സുഖമായിരിക്കുന്നു? വീട്ടിലാരൊക്കെ ഉണ്ട് ബ്രോ? എന്താ അല്ല, നല്ല പേരല്ലേ? കൂട്ടുകാരൊക്കെ എന്ത് വിളിക്കും? സ്റ്റാൻലി തന്നെ വിളിക്കും അല്ലേ? ശരി, വളരെ ആക്റ്റീവായിട്ട് ഒരാളാണെന്ന് തോന്നുന്നു ഇദ്ദേഹം അല്ലേ? ശരി. ഇവിടെ എന്താണ് നിങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്? ടീമായിട്ട് വെറുതെ ചുമ്മാ പരിപാടിയായിട്ട് വന്നതാണ്. അതിൻ്റെ ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അല്ലേ? ശരി. ഓക്കെ, ടൂറിസത്തിൽ തിരുവനന്തപുരം ജില്ല എത്രത്തോളം മുന്നിട്ട് നിൽക്കുന്നുണ്ട്? ഒരു മാറ്റങ്ങൾ ഇനിയും വരാൻ സാധ്യതയുണ്ടോ? ഉണ്ട്. ഏതൊക്കെ രീതിയിൽ? എന്നാലും ടൂറിസത്തിൽ തിരുവനന്തപുരത്തിന്റെ പോരായ്മ എന്താണ്? അല്ല, നല്ലതുണ്ട്, ഉപയോഗിക്കുന്നില്ല. ഒരു ഇനിയും കുറച്ച് വിദേശികളൊക്കെ നമുക്ക് ഇവിടത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം എന്ത് ചെയ്യണം? അല്ല, ഒരു മീൻസ് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്നുള്ളത്. ഒരു പോരായ്മ പറഞ്ഞിരിക്കുന്ന ഒരുപാട് റിസോഴ്സ് ഉണ്ട്, പക്ഷേ അതൊന്നും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ എന്ത് ചെയ്താൽ ഇനി വരുമായിരിക്കും? ഉപയോഗിക്കപ്പെടുത്തണം അല്ലേ? റോഡിന്റെ വികസനമൊക്കെ എത്രത്തോളം വേണം? അതിൽ ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട്. ശരി, അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്ന കാര്യം പറയും. ഞങ്ങൾ വന്നിരിക്കുന്നത് പ്രോഗ്രാമിൻ്റെ പേര് ഇഞ്ചോടിഞ്ച് എന്നാണ്. ഷോൻ്റെ പേര്. ചോദിക്കുന്നത് ഫണ്ണിയാണ്, കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പൊതുവായിട്ട് ചോദിക്കും, അറിയാമെങ്കിൽ പറയാം. പിന്നെ എൻ്റെ കയ്യിലുള്ള ഉത്തരം തന്നെ പറയണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുമായിട്ട് ആപ്റ്റാവുന്ന ഫണ്ണിയല്ലേ, പല ഉത്തരങ്ങൾ വന്നേക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശരി, ആദ്യമായിട്ടാണോ ക്യാമറക്ക് മുമ്പിൽ നിന്നിട്ട് മത്സരിക്കുന്നത്? ആദ്യമായിട്ടാണോ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേണ്ട, അങ്ങനെ ഒരു ഫ്രണ്ട്ലി ടോക്ക് എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. ഓക്കെ, ചോദ്യം ഇതാണ്. നമുക്ക് ചില ആൾക്കാർ കലണ്ടർ നോക്കി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ഇന്നത്തെ ദിവസം ഇന്ന് ചെയ്യണം, നാളത്തെ ദിവസം ഇന്നതാണ്, അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ ദിവസം. പക്ഷേ ലൈഫിൽ എപ്പോഴും നമ്മളെ പ്ലാനിങ്ങുകൾ എപ്പോഴും സക്സസ് ആകണം എന്നില്ല. ചോദ്യം ഇതാണ്, കലണ്ടറിലുള്ള ലോഹം ഏതാണ്? ലോഹങ്ങളുണ്ടല്ലോ, സ്വർണം, അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് സംഭവമുണ്ട്. കലണ്ടറിൽ ഒളിഞ്ഞു കിടക്കുന്ന ലോഹം ഏതാണ്? കലണ്ടറിൽ ഒളിഞ്ഞു കിടക്കുന്ന ലോഹം ഏതാണ്? കുസൃതിയാണ്. കലണ്ടറിൽ ഒളിഞ്ഞു കിടക്കുന്ന ലോഹം ഏതാണ്? ആലോചിച്ചു. നീ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അത്ര വേണ്ട. കലണ്ടറിൽ ഒളിഞ്ഞു കിടക്കുന്ന ലോഹം ഏതാണ്? ക്ലൂ എന്ന് പറഞ്ഞാൽ ഒരു ദിവസവുമായി ബന്ധപ്പെട്ടുള്ളൊരു പേരാണ്. പേര് അത് കലണ്ടറിൽ ഒളിഞ്ഞു കിടക്കുന്നു. ദിവസങ്ങളാണല്ലോ കലണ്ടറിലുള്ളത്, ഡേറ്റുകളുണ്ട്. എന്നാൽ ഒരു ദിവസത്തിൻ്റെ പേര് മലയാളം. ഒരു ദിവസം. വെള്ളി. റൈറ്റ് ആൻസർ. വെള്ളി. ഒരു കയ്യിൽ കൊടുക്കും സാറായിട്ട്. വെള്ളി, റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യമാണ്. വെള്ളി. എന്റെ ഭഗവാനെ, അത് കട്ട് ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല. ഓക്കെ, തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി? പേൻ. റൈറ്റ് ആൻസർ. തലയിൽ കാല് വെച്ച് നടക്കുന്ന ജീവി പേൻ. ഓക്കെ, അടുത്ത ചോദ്യം. വല വീശും
ചിലപ്പോൾ പറയാറുണ്ട് ഈ അതായത് കടലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മത്സ്യവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ വല വീശി മത്സ്യത്തെ പിടിക്കാറുണ്ട്. ചോദ്യം ഇതാണ്, വല വീശും ഞാൻ മുക്കുവാനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല, എന്താണ്? ചിലന്തി. റൈറ്റ് ആൻസർ, ചിലന്തി. ഓക്കെ, അടുത്ത ചോദ്യം. ചില സുഹൃത്തുക്കളൊക്കെ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കും, നമ്മൾ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, വീട്ടിൽ വന്ന് ഇരിക്കും, സംസാരിക്കും, അങ്ങനെയൊക്കെയാണ്. ഞാനെപ്പോഴും വീടിൻ്റെ മുന്നിൽ വരെ വരും, പക്ഷേ വീട്ടിലേക്ക് കയറാറില്ല. ഞാൻ ആരാണ്? ചെരുപ്പ് വീടിൻ്റെ ഉള്ളിലേക്ക് കയറില്ലേ? കയറില്ല. അതായത് വീട്ടിൻ്റെ മുൻവരെ, അതായത് ഞാനെപ്പോഴും വീടിൻ്റെ മുന്നിൽ വരെ വരുന്നു. കാക്കയല്ല, പക്ഷിയല്ല. അതായത് ഞാനൊരു വീടിൻ്റെ മുന്നിൽ വരെ വരും, പക്ഷേ ഞാൻ വീട്ടിൽ കയറാറില്ല. അതിലൂടെയാണ് നമ്മൾ യാത്ര എന്ന് പറയുന്നത്. വെഹിക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഓക്കെ, വെഹിക്കിൾ കുഴപ്പമില്ല, നല്ല പേര് കൊടുക്കാം. വെഹിക്കിൾ നമ്മൾ പൊതുവെ പറഞ്ഞിരിക്കുന്നത് മീൻസ് വഴി എന്ന് പറയും. വഴി വീടിൻ്റെ മുന്നിൽ വരെ എത്തും, പക്ഷേ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാറില്ല. വഴി. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഞാൻ എല്ലാവരോടും മല്ലടിക്കും, പക്ഷേ വെള്ളത്തോട് മാത്രമില്ല, ഏതാണ്? തീ. റൈറ്റ് ആൻസർ, തീ. ഓക്കെ, അടുത്ത ചോദ്യം. ഉണ്ടാക്കാൻ ഒരു ജന്മം കൊണ്ട് പോലും ആകില്ല, എന്നാൽ നശിപ്പിക്കാൻ ചെറിയ സമയം മതി, എന്താണ്? ഉണ്ടാക്കണമെങ്കിൽ ഇതൊരു ജന്മം പോലും വേണ്ട, അത്രക്കധികം അല്ല. ഉണ്ടാക്കാൻ ഒരു ജന്മം, അതായത് അത്രയും പോരാ നമുക്ക് അത് ഉണ്ടാക്കണമെങ്കിൽ, പക്ഷെ നശിപ്പിക്കാൻ വളരെ പെട്ടെന്ന് സാധിക്കും. സൽപ്പേര്. റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ചില ആൾക്കാർ ഈ ചില സ്ഥലത്തിരിക്കുന്ന സമയത്ത്, ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് പല ഐഡിയാസ് വരും. ഈ ഐഡിയാസ് നമ്മൾ ഭാവനകൾ എന്ന് പൊതുവെ പറയും, അല്ലേ? അത് കലാപരമായിട്ടായിരിക്കും, രാഷ്ട്രീയപരമായിട്ടായാലും, ബിസിനസ് പരമായിട്ടാകും, അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ചോദ്യം, ചില ആൾക്കാർ കൈമാറുന്ന ഭാവന? സംഭാവന. റൈറ്റ് ആൻസർ, സംഭാവന. ഓക്കെ, അടുത്ത ചോദ്യം. കാലുകൊണ്ട് ഭക്ഷണം കഴിച്ച് തല കൊണ്ട് മുട്ടയിടുന്നതാര്? കുസൃതിയാണ്. കാല് കൊണ്ട് ഭക്ഷണം കഴിക്കും, തല കൊണ്ട് മുട്ടയിടും. കുസൃതിയാണ്. എന്തെങ്കിലും പറ. അതൊക്കെ കാലുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഉരുട്ടി കഴിക്കുന്ന സംഭവമല്ല. അല്ലല്ല, തല കൊണ്ട് മുട്ടയിടും. ഒരു ക്ലൂ തരട്ടെ, നമ്മൾ പ്രകൃതിയിൽ കാണുന്നതാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തേങ്ങ പറയാൻ പോയത് കേട്ടോ. തെങ്ങ്. റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. കാലും നഖവും കൊണ്ട് വിരലില്ല, എന്താണ്? കാലുണ്ട് നഖമുണ്ട് വിരലില്ല. കാലുണ്ട് നഖമുണ്ട് പക്ഷെ വിരലില്ല. ഇത് കുസൃതിയല്ല കേട്ടോ, കുസൃതിയാണ്, ജിക്കാണ്. കാലുണ്ട് നഖമുണ്ട് പക്ഷെ വിരലില്ല. ഇതൊരു ജീവിയാണ്, ഒരു അനിമൽ. കാലുണ്ട് നഖമുണ്ട് പക്ഷെ വിരലില്ല. പറഞ്ഞു കൊടുക്കല്ലേ? കാലം. ഇത് ജിക്കാണേ, ഇത് സിമ്പിൾ. എവിടെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? നീ ആലോചിക്കുക. ശരി, എവിടെ കേട്ടിട്ടുണ്ട്? ആന. റൈറ്റ് ആൻസർ, ആന. ഓക്കെ, അപ്പോൾ കൂട്ടുകാരുടെ പേര് പറ. ആര്യ. അപ്പോൾ ആര്യ ടീമാണ് ഇതിൽ മത്സരിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഉത്തരങ്ങളൊക്കെ പറഞ്ഞിട്ട് അവർ മുന്നോട്ട് പോയി. എന്തായാലും ഇവർക്ക് ഞങ്ങളുടെ ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ആര്യ ടച്ച് ചെയ്തോ? എല്ലാവരും ഒന്ന് ടച്ച് ചെയ്തോ? നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് VMTV ചാനൽ നൽകുന്ന ഇഞ്ചോടിഞ്ച് നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഓക്കെ, എത്ര മണിക്ക് എത്തി ഇവിടെ? 3 മണിക്ക് എത്തി. ഇനിയിപ്പം എല്ലാവരും തിരിച്ചു പോവാണ്, ബീച്ചൊക്കെ കണ്ടിട്ട് മെല്ലനെ പോകത്തുള്ളൂ അല്ലേ? ശരി, അപ്പം സന്തോഷം നമ്മളോടൊപ്പം പങ്കുചേരുന്നതിൽ കേട്ടോ. അപ്പോൾ ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ. ഒരു ടാറ്റ പറഞ്ഞേക്കാം.